കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ടഫ് ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ സീസണിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വെല്ലുവിളിയാണ് ടീം നേരിടുന്നത്. ഇപ്പൊ തുടർച്ചയായിട്ട് 3 മത്സരങ്ങളിൽ ISL പരാജയപ്പെട്ടിരിക്കുകയാണ്. പോയിന്റ് ടേബിളിൽ 10ാം സ്ഥാനത്താണ്. 8 മത്സരങ്ങളിൽ നിന്ന് 8 പോയിന്റ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ പറ്റിയത്. 4 മത്സരങ്ങളിലാണ് ടീം പരാജയപ്പെട്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ സീസണിലൊക്കെ അല്ലെങ്കിൽ 1-2 സീസണായിട്ട് ഇപ്പോൾ ഇവാൻ ബുക്കമിനോവിച്ചിന്റെ കീഴിൽ ടീം ഹോം മത്സരങ്ങളിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട്. എവേ മത്സരങ്ങളിലാണ് കാലിടറാറ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഹോം മത്സരങ്ങളിലെ അഡ്വാൻറ്റേജ് കാരണം പോയിന്റ് ടേബിളിൽ ഒരു മിനിമം നല്ല രീതിയിൽ തന്നെ നിൽക്കാൻ, അല്ലെങ്കിൽ താഴോട്ട് അധികം പോകാതെ ഒരു മീഡിയം ലെവലിൽ നിൽക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് വരാനൊക്കെ സാധിക്കുമായിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഇത്തവണയില്ല. ഇത്തവണ ഹോം മത്സരങ്ങളിലും കാലിടറുന്നു എന്നുള്ളത് ഒരു വലിയ പ്രോബ്ലം തന്നെയാണ് ടീമിനെ സംബന്ധിച്ച്. അപ്പൊ ഇതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ മിക്കേൽ സ്റ്റാർ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കീഴിൽ ടീം കളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഡിഫൻസിന്റെ പ്രോബ്ലം തന്നെയാണ്. കാരണം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഡിഫൻസ് ശരിക്കും നിലവാരത്തിനൊത്ത് ഉയർന്ന പ്രകടനമല്ല കാഴ്ചവെക്കുന്നത്. ഇപ്പൊ അറ്റാക്കിംഗ് ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോളുകൾ കണ്ടെത്തുന്നുണ്ട്. ഫോറിൻ പ്ലേയേഴ്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം ഹെസ്യൂസ് ജിമിനസ് ആണെങ്കിലും അതുകൂടാതെ പെപ്ര. അപ്പൊ ആ രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ, പിന്നെ നോഹ സദോയുടെ പെർഫോമൻസ് പറയണ്ട. അപ്പൊ ഇവരെല്ലാം മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. 12 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ 8 മത്സരങ്ങളിൽ നിന്ന് നേടിയിട്ടുണ്ട്. ഇപ്പം ബംഗളൂരുവും മുംബൈ 2ാം സ്ഥാനത്തും ബംഗളൂരു 1ാം സ്ഥാനത്തുമാണ്. ഈ 2 ടീമുകളും 13 ഗോളുകൾ വീതമാണ് അടിച്ചത്. അപ്പം നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് തൊട്ടടുത്ത് തന്നെയുണ്ട് 12 ഗോളുകൾ നേടി. അപ്പം അറ്റാക്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അത്ര പ്രശ്നങ്ങളില്ല. നിർണായക സന്ദർഭങ്ങളിൽ ചില സമയങ്ങളിൽ ഗോൾ നേടാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഗോളുകൾ നമ്മൾ നേടുന്നുണ്ട്, നമുക്ക് ലീഡ് നേടാൻ സാധിക്കുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഡിഫൻസിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചാണ്. 16 ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ 8 മത്സരങ്ങളിൽ നിന്ന് വഴങ്ങിയിരിക്കുന്നത്. അതായത് ഒരു മത്സരത്തിൽ ശരാശരി 2 ഗോളുകൾ നമ്മൾ കൺസീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് വല്ലാത്തൊരു അലാമിംഗ് ആയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ആ ഒരു ഡിഫൻസിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇത് കറക്റ്റായിട്ട് വിരൽ ചൂണ്ടുന്നത്. ഡിഫൻസിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു സീസണിൽ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു പ്ലെയർ മാർക്കോ ലെസ്കോവിച്ചിനെ ആയിരിക്കും. കാരണം ലെസ്കോവിച്ച് അത്രയ്ക്കും എക്സ്പീരിയൻസ്ഡ് ആയുള്ള ഒരു പ്ലെയർ ആയിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിനെ മൊത്തം ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസും സ്കില്ലും ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഗ്രൗണ്ടിൽ മാത്രമല്ല, ഗ്രൗണ്ടിന് പുറത്തും ഗുണം ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് യങ് ഡിഫൻഡേഴ്സിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ കൊടുക്കാനും മറ്റു ഡിഫൻഡേഴ്സിനെയൊക്കെ സെറ്റ് ചെയ്ത് ഒരു ലെവലിൽ നിർത്താനൊക്കെ ലെസ്കോവിച്ചിന് സാധിക്കുന്നത്. ലെസ്കോവിച്ചിനെ ഏറ്റവും ചുരുങ്ങിയത് ഈ സീസണിലെങ്കിലും നമ്മൾ നിലനിർത്തണമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ക്ലിയറൻസുകളാണെങ്കിലും അതുകൂടാതെ ഗെയിം റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ത്രെട്ട് റീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, മുളയിലെ തന്നെ ആക്രമണങ്ങളുടെ മുനയൊടിക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഇതൊന്നും നമുക്കിപ്പം നമ്മുടെ ഡിഫൻസിൽ കാണാൻ സാധിക്കുന്നില്ല. മിലോസിന്റെ ഭാഗത്ത് നിന്ന് ദയനീയമായ പ്രകടനം എന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രകടനമല്ല ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിലൊക്കെ അവസാനമൊക്കെ ശരിക്കും ക്ഷീണിതനായുള്ള ഒരു മിലോസിനെയാണ് നമ്മൾ കണ്ടത്. മിലോസ് പലപ്പോഴും പല മത്സരങ്ങളും സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിച്ചിരുന്നില്ല. എന്നിട്ട് പോലും അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതുകൂടാതെ പ്രീതം കോട്ടാലിന്റെ പ്രശ്നം, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ്, ഇന്ത്യൻ പ്ലെയർ അല്ല, ഒരു ഇന്ത്യൻ ഡിഫൻഡർ എന്നുള്ള രീതിയിൽ ഇന്ത്യക്കൊക്കെ വേണ്ടി കളിച്ച് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുന്നില്ല. പലപ്പോഴും പ്രീതം ഒക്കെ സെന്റർ ബാക്ക് ആയിട്ട് നിൽക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു ഗോൾ പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഒരു ക്രെഡിബിലിറ്റി ഫാക്ടർ ഇല്ല, ഒരു ത്രെട്ട് സംഭവിക്കും എന്നുള്ളൊരു ആശങ്ക നമുക്കൊക്കെ ഉണ്ട് കളി കാണുമ്പോൾ. അപ്പൊ അത് തന്നെയാണ് ഒരു പ്രശ്നം. കാരണം സെന്റർ ബാക്ക് പ്ലെയേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ ആ പ്രോബ്ലം ഉണ്ട്. ഇപ്പം മിലോസ് ചില മത്സരങ്ങൾ കളിക്കുന്നു, ചില മത്സരങ്ങൾ കൊയ്ഫ് കളിക്കുന്നു. ഒരു കറക്റ്റായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരതയോടെ കളിക്കാൻ പറ്റിയ ഒരു 2 താരങ്ങളെ സെന്റർ ബാക്കുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ തന്നെ മറ്റു പൊസിഷനിലും പ്രശ്നമുണ്ട്. ഇപ്പൊ റൈറ്റ് ബാക്ക് ആണ് വലിയൊരു തലവേദന, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ്. സന്ദീപ് സിംഗ് ഒരു കറക്റ്റ് ഒരു പ്യൂറായുള്ള ഒരു റൈറ്റ് ബാക്ക് എന്നുള്ള രീതിയിൽ നമുക്കൊരു സക്സസ്ഫുൾ ആയുള്ള ഒരു പ്ലെയർ അല്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒഫൻസീവ് ആണെങ്കിലും ഡിഫൻസീവ് ആണെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട്, മിസ് പാസസുകൾ വരുത്താറുണ്ട്, ക്രോസുകൾ കൊടുക്കെങ്കിലും എക്യുറസി ഉണ്ടാവാറില്ല. കൃത്യമായിട്ട് അറ്റാക്കിങ്ങിനെ സഹായിക്കുമ്പോൾ തന്നെ ആ ഷോട്ടുകൾക്കൊന്നും യാതൊരു എക്യുറസിയും നമുക്ക് ഫീൽ ചെയ്യാറില്ല. പല മിസ്റ്റേക്സും സംഭവിക്കാറുണ്ട്. ശരിക്കും ഒരു വീക്ക് ലിങ്ക് ആണ് റൈറ്റ് ബാക്ക് പൊസിഷൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. അപ്പൊ അതൊരു പ്രോബ്ലം തന്നെയാണ്. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നവോച്ച നന്നായിട്ട് കളിക്കുന്നു എന്നുള്ളതാണ്. നവോച്ചയുടെ ഒരു പെർഫോമൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇപ്പൊ എല്ലാ മത്സരങ്ങളിലും സ്ഥിരതയോടെ കളിക്കാൻ നവോച്ചയ്ക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ അവിടെ മറ്റു ഓപ്ഷനും കൂടി ഉണ്ട്. ഐബാൻ ഡോഹ്ലിൻ പരിക്ക് മാറി വരികയാണെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ തന്നെ വേണമെങ്കിൽ ഐബാനെ റൈറ്റ് ബാക്ക് എന്നുള്ള രീതിയിൽ സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട് തൽക്കാലം. കാരണം അതല്ലാതെ മറ്റു ഓപ്ഷൻസ്, വലിയ ഓപ്ഷൻസ് നമുക്ക് മുമ്പിലില്ല. പിന്നെ പ്രബീർ ദാസ് ആണുള്ളത്. പ്രബീർ ദാസ് ആണെങ്കിൽ പരിക്കേറ്റ് അദ്ദേഹം പൂർണ്ണമായിട്ടും ഇപ്പോഴും ഫുൾ ഫിറ്റ്നസ് വീണ്ടെടുത്തില്ല എന്നാണ് തോന്നുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം അത്ര നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല. ഒരു സ്ഥിരത അദ്ദേഹത്തിനും ഇല്ല. പലപ്പോഴും പെർഫോമൻസ് എങ്ങനെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ ഒരു ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്.
പിന്നെ ഗോൾ കീപ്പർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് ഇനി നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അത് എല്ലാവർക്കും അറിയാം. ആ ഒരു നല്ലൊരു ഗോൾ കീപ്പർ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ല എന്നുള്ളത്. ഇപ്പോൾ സച്ചിൻ സുരേഷാണ് കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ ബല കാത്തത്. അദ്ദേഹം നല്ല പ്രകടനമായിരുന്നു കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചു. പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പിന്നെ പരിക്ക് പറ്റി. ഇനിയിപ്പോൾ വന്ന സോംകുമാറിന്റെ പെർഫോമൻസ് കൂടുതൽ പറയേണ്ട, കാരണം എന്താണ് അദ്ദേഹം കാഴ്ചവെച്ചത്. കാരണം വളരെ യങ് ആയുള്ള ഗോൾ കീപ്പറാണ്. അപ്പം നല്ലൊരു ഗോൾ കീപ്പറില്ലേ, അതിപ്പോൾ മറ്റ് ക്ലബ്ബുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു മുൻനിര ഗോൾ കീപ്പർ ഇല്ലാത്തതും ഒരു പ്രശ്നമാണ്. ഗോൾ കീപ്പേഴ്സും സെന്റർ ബാക്കുകളും തമ്മിലുള്ള ആ ഒരു കോർഡിനേഷനൊക്കെ നല്ലൊരു ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉള്ള ഒരു ഗോൾ കീപ്പർ വേണം. അത് നമുക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സച്ചിൻ ആണെങ്കിലും സച്ചിൻ വളരെ ടെൻസ്ഡ് ആണ്. സച്ചിനും യങ് ഗോൾ കീപ്പറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരു എപ്പോഴും ഒരു നെർവസ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ അത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതൊക്കെ ഒരു പ്രോബ്ലം തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, DM എന്നുള്ള പൊസിഷൻ, ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നുള്ള ഒരു പൊസിഷൻ, അതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു തലവേദന. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് ജിക്സൺ സിംഗ് ഉണ്ടായിരുന്നു. ജിക്സൺ സിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ജിക്സൺ സിംഗിനെ നമ്മൾ ഇതേപോലെ തന്നെ കൈവിട്ടു. കാരണം കറക്റ്റ് ഒരു പ്രോപ്പർ ഒരു സൈനിങ്, ഒരു ബാക്കപ്പ് ആയിട്ട് ഇല്ലാതെയാണ് നമ്മൾ ജിക്സൺ സിംഗിനെ കൈവിട്ടിരിക്കുന്നത്. അത്രയും നിർണായകമായ പൊസിഷനിൽ കളിക്കേണ്ട ജിക്സൺ സിംഗിനെ. കാരണം ജിക്സൺ സിംഗിന്റെ ആ ഒരു പൊസിഷൻ, അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ഒന്ന്, സെൻട്രൽ ബാക്കുകൾക്ക് കറക്റ്റായിട്ട് ഡിഫൻസിന് കവറപ്പ് നൽകുക, അതിനൊപ്പം തന്നെ അറ്റാക്കിങ്ങും പിന്നെ ഡിഫൻസും തമ്മിൽ ആ ഒരു ബാലൻസിങ് കീപ്പ് ചെയ്യേണ്ടത് DM ആണ്. അപ്പോൾ DMന്റെ റോൾ അത്രയും വൈറ്റലാണ്. ഇന്നിപ്പം ലോക ഫുട്ബോളിലൊക്കെ നമ്മൾ കാണാം റോഡറിയൊക്കെ എന്താണ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു പൊസിഷനിലിരുന്ന്. അപ്പോൾ ആ ഒരു വൈറ്റൽ പൊസിഷനിൽ നമുക്ക് ഒരു പ്രോപ്പർ DM ഇല്ല എന്നുള്ളത് വലിയ പ്രതിസന്ധി തന്നെയാണ്. അതൊക്കെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ വലിയൊരു മണ്ടത്തരമായി തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ നമുക്കൊരു നല്ലൊരു ബാക്കപ്പ് പ്ലെയർ ഇല്ല എന്നുള്ളത്. നിലവിലിപ്പം കൊയ്ഫിനെയാണ് കളിപ്പിക്കുന്നത്. കൊയ്ഫ് ബേസിക്കലി ഒരു സെൻട്രൽ ബാക്കാണ്. പിന്നെ വിപിൻ മോഹൻ ആണെങ്കിലും ഡാനിഷ് ആണെങ്കിലും അവർ ബേസിക്കലി അവരൊന്നും ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് അല്ല, സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ആണ്. പിന്നെ ഉള്ളത് ഫ്രെഡിയാണ്. ഫ്രെഡി യങ് പ്ലെയർ ആണ്. അദ്ദേഹത്തിനും ഇനി ഒരുപാട് ഉയർന്നു വരേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. കാരണം നമ്മൾ മുന്നേറ്റത്തിൽ നല്ല രീതിയിൽ സ്ട്രോങ് ആയുള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സിനൊക്കെ കൊണ്ടുവന്നു. നോഹ സദോയെ സൈൻ ചെയ്തു, ജീസസ് ഹിംനസിനെ കൊണ്ടുവന്നു, പെപ്രയെ കൊണ്ടുവന്നല്ല, പെപ്ര നിലനിർത്തി, ലൂണയും വന്നു, അതെല്ലാം അദ്ദേഹം നിലനിന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നമ്മൾ നോക്കേണ്ടത് പ്രധാനപ്പെട്ട കുറെ ഏരിയകളിൽ നമ്മൾ തീരെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തീരെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഒരു ഡിഫൻസ് സെറ്റ് ആവാതെ ഇനി എത്ര നിങ്ങൾ അറ്റാക്ക് ചെയ്താലും ഒരു ഓട്ടയുള്ള ഡിഫൻസ് അല്ലെങ്കിൽ പൊള്ളയായ ഡിഫൻസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ എന്തായാലും അതൊരു വലിയ ത്രെട്ട് തന്നെയാണ്. അതിനി എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല. പ്രത്യേകിച്ച് ഇനിയിപ്പം ജനുവരി ട്രാൻസ്ഫർ വിൻഡോ വരികയാണ്. പക്ഷെ എത്രത്തോളം താരങ്ങൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ വന്ന താരങ്ങൾക്ക് തന്നെ ടീമുമായിട്ട് സെറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുമാത്രമല്ല ഇനിയും പ്രധാനപ്പെട്ട മത്സരങ്ങളുണ്ട് അതിനിടയിൽ. അപ്പോൾ അതൊക്കെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞ് കാണേണ്ടി വരും എന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് നേരിടുന്ന, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ടീം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഡിഫൻസിലെ പ്രോബ്ലം തന്നെയാണെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.